ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മൂച്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മുടെ മാങ്ങ എല്ലാം വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഈ മൂച്ചിമ്മ ആദ്യമായിട്ട് മാങ്ങ പഴുത്ത്, അപ്പോൾ ഇന്ന് മാങ്ങ പറിക്കണ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, മാങ്ങ പറിച്ചിട്ട് ഏതാണ് മാങ്ങ എന്നൊക്കെ നോക്കിയേക്കാം. ആകെ ഒരു മാങ്ങ പഴുത്തിട്ടുള്ളൂ. അത് ഞാൻ ദിവസം മൂച്ചിമ്മക്ക് നോക്കണോണ്ട് തന്നെ കിളി കൊത്താതെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൽക്കാലം നിലത്ത് ചാടാത്ത വിധത്തിൽ തോട്ടിയൊക്കെ കെട്ടിയിട്ട് നമ്മൾ മാങ്ങ പറിക്കാൻ പോകട്ടോ. ഇതാണ് നമ്മളെ മാങ്ങ. മാങ്ങ പഴുത്തോടെ തന്നെ ഒറ്റ വലിക്ക് ചാടിയിട്ടാ. ഇതാണ് നമ്മളെ മാങ്ങ. അങ്ങനെ നമ്മൾ തോട്ടിലേക്ക് കെട്ടി മാങ്ങ എടുത്ത് നോക്കുമ്പോൾ മാങ്ങ കേടാണ്. മാങ്ങയുടെ പകുതി ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ കേടാണ്. അപ്പോൾ ഇത് കേടായിട്ട് പഴുത്തതാണിത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് ഏതാ മാങ്ങ എന്ന് മനസ്സിലായി. മാങ്ങേൻ്റെ പേരറിയില്ലെങ്കിലും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മാങ്ങയാണ്, കുറച്ച് താഴെ ഉണ്ടായിരുന്ന മാങ്ങയാണ്. ഈ മാങ്ങയ്ക്ക് എന്താ പ്രശ്നം ചോദിച്ചാൽ, മാങ്ങ പഴുത്ത് വരുന്ന സമയത്ത് കണ്ടോ ഇവിടെ ഇതുപോലെ കേടായിരിക്കും, ഇതുപോലെ കേടായിട്ടുണ്ടാവും. ഈ മാങ്ങ ഇതുപോലെ കേടാകാതൊക്കെ വല്ല മരുന്നുണ്ട് വെച്ചാൽ പറയുന്നുണ്ട് കേട്ടോ. ഇത് എപ്പോഴും പഴുത്ത് വരുമ്പോൾ പകുതി മാങ്ങ ഇതുപോലെ ആയിരിക്കും. ഇത് മുമ്പ് ഉണ്ടായിരുന്നു അതുപോലെ, ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു മാങ്ങ അടിയിട്ട് വാടിച്ചാടുന്ന ഇതും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മാങ്ങ അത്ര വലിയ മാങ്ങ അല്ല. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് നമ്മളത് അടുത്ത വർഷമാകുമ്പോഴത്തേന് മുറിക്കാൻ പോകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം വീടിൻ്റെ മുന്നിലായതുകൊണ്ട് തന്നെ പോർച്ചിലേക്ക് കാറ് നമുക്കില്ല, എന്നാലും വണ്ടി എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ തടസ്സമാവും. മുറിച്ചൊന്ന് വീട്ടാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടൊരു മാങ്ങ ഉണ്ടായിട്ട് ഏത് മാങ്ങയെ നോക്കിയിട്ട് മുറിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ മാങ്ങ ഒരു വലിയൊരു സംഭവം മാങ്ങ അല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ മുറിക്കണേക്ക് ഞാനും സഹകരിക്കുന്നതായിരിക്കും. നമ്മുടെ കുട്ടിക്കാലത്ത് വീട്ടിൽ മാവില്ലാത്തതുകൊണ്ട് ഒരുപാട് ദൂരം പോയിട്ട് മാവിൻ്റെ വീട്ടിൽ നിന്ന് ചാടിയ മാങ്ങ പൊറുക്കണ ഒരു ഫീല്, അതിപ്പോൾ അധികം വീട്ടിലൊന്നും മാവില്ലാത്തതുകൊണ്ട് ആർക്കും കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ മാവുണ്ടായപ്പോൾ ഇതെന്തായാലും പറിക്കണം, നമ്മുടെ പഴയ കാലമൊക്കെ ഓർമ്മയ്ക്ക് വീട്ടിൻ്റെ മുന്നിൽ കുറച്ച് മാങ്ങയൊക്കെ ചാടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയ മാവാണിട്ടത്.